ഹേ ഗൈസ്, ഈ രാത്രി ടോർച്ച് അടിച്ച് നമ്മൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാം. തിരുവമ്പല്ലൂർ അയ്യപ്പ സേവാ സംഘത്തിന്റെ ദേശവിളക്കാണ് ഇന്ന്. അത് കാണാൻ നമ്മൾ അമ്പലനടയിൽ വന്നിരിക്കുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണെങ്കിലും ജനപ്രവാഹമാണ്. 5 വരാത്തോണ്ട് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടന്മാരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ പിന്നെ ഒരാഴ്ചയായിട്ട് ഇവിടെ തന്നെയുണ്ട്. കണ്ടില്ലേ നമ്മുടെ അച്ഛൻ. ഈ കണ്ടാണ് പാലക്കൊമ്പ് എഴുന്നള്ളിക്കുക എന്ന് പറയുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് അതിശയമായി തോന്നി. ദീപാരാധനയുടെ സമയം ആവാറായിട്ടുണ്ട്. അമ്പലമൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് അറിയാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് രസം. ഇതൊക്കെ ഒരു കഴിവ് തന്നെയല്ല. അപ്പൊ എന്തായാലും ദീപാരാധന ആയിട്ടുണ്ട്. അമ്പലം ചുറ്റിത്തൊഴാൻ വേണ്ടി നമ്മൾ ക്യൂ നിൽക്കാട്ടോ. ഓരോ സെക്ഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും കുറേ പേരൊക്കെ ചേർന്നിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അയൽക്കുട്ടനാണെങ്കിൽ കുഞ്ഞാറ്റയുടെ കയ്യിൽ കയറിയിരിക്കുന്നുണ്ട്. എന്താണാവും, ഞങ്ങൾക്ക് രണ്ടേ കുറച്ച് റെസ്റ്റ് കിട്ടി. അയൽക്കുട്ടൻ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി പോയിട്ടുണ്ട്. പിന്നെ ഈ കിടന്ന് വേഷം കിട്ട് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് പറയണ്ടേ, പുതിയ കാറ്, പുതിയ ബലൂൺ, പുതിയ ടോയ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മ ബാ പോവാ, അച്ഛ ബാ പോവാ, ടോയ്സ് കടയിൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് കളിപ്പാട്ടം വാങ്ങിക്കാൻ എത്തിയിട്ട് കുറച്ചെന്ന് ഉദ്ദേശിച്ചത് ഇവർ 3 പേർക്കും. അങ്ങനെ 3 പേർക്കും ഒരേ കാർ എടുത്തിട്ടുണ്ട്. ഒരേപോലത്തെ കളറിൽ കിട്ടിയില്ല, ഡിഫറെന്റ് ആയിട്ടുള്ള കളറിൽ, പക്ഷെ ഒരേ പാറ്റേണിലുള്ള കാർ എടുത്തിട്ടുണ്ട്. എന്തായാലും സമാധാനമായിട്ടുണ്ട്. കാശിക്കുള്ളത് അവന്റെ കയ്യിലുണ്ട്. പണ്ട് അച്ഛന്മാരാണ് ഇതേപോലെ പിള്ളേരെ തോളിലെത്തി കൊണ്ടുപോകാൻ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട്.